ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒഴൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒഴൂര് ആജിപ്പടി തലക്കട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മളെ മുഹമ്മദ് ഖാൻ്റെ കുളത്തിൽ മുഹമ്മദ് ഖാൻ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് പോകുന്നതാണ്. വെള്ളം പുറത്തേക്ക് വന്നിട്ട് പിന്നെ പെട്ടെന്ന് വിളിച്ച് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് ഇത് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ്, പെട്ടെന്നുള്ളൊരു മീൻ പിടുത്തമാണ്. ഓക്കെ, ബൈ ബൈ. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മൾ ഒഴൂര് മുഹമ്മദ് ഖാൻ്റെ മീൻ പിടിക്കാൻ വന്നതാണ്. മീനൊക്കെ ആകെ കണ്ടത്തേക്ക് പോയി. അപ്പോൾ മുഹമ്മദ് ഖാൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. മുഹമ്മദ് ഖാൻ്റെ കുളമാണ്. മീനൊക്കെ പാടത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതാണ് മുഹമ്മദ് ഖാൻ്റെ വരാല്. ഏകദേശം നല്ല വളർച്ച ഉണ്ട്. മുഹമ്മദ് ഖാൻ എത്ര അല്ലേ ഇപ്പോൾ എത്ര മാസമായിട്ടിട്ട്? 7 മാസം അല്ലേ? 7 മാസം കഴിക്കണ. ഏകദേശം 1.25 1.5 ആ ലെവലിലൊക്കെ ഉണ്ട് മീൻ. അപ്പൊ അതാ നമ്മളെ പ്രശസ്തനായ ആദനാട് അംസാക്കയാണ് മീൻ പിടിച്ചതായിട്ടാ. അംസാക്ക ഒരു ആയി അല്ലേ? ഇതില് എത്ര മീറ്റർ നിങ്ങള്? 265 ഇതില് 65 ഉണ്ടാവും. 200 പോയി തോന്നുന്നുണ്ട് അല്ലേ അംസാക്ക? എത്ര ഇട്ടിണ്ടാവും? 60 തൂക്കിയില്ലേ? അപ്പൊ ഇനി ഉണ്ടാവുമല്ലോ അത്യാവശ്യം മീന്? 80 കിലോന്നല്ലേ? കഴിഞ്ഞ കൊല്ലം നമ്മൾ പിടിച്ച തന്നെ അല്ലേ? അതിനിപ്പോ ഈ മേലേക്ക് കയറിയ മീന് പിന്നെ വെള്ളം ഇറങ്ങുമ്പോ കുളത്തേക്ക് തന്നെ തിരിച്ചും വരൂലേ? വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, പക്ഷെ കണക്കാക്കാൻ പറ്റൂല. ചിലപ്പോ അവിടെ തന്നെ കിടന്ന് ചത്തൂടായില്ല. അത് മുഹമ്മദ് ഖാന്റെ ഭാഗ്യയോഗ്യം പോലെ ഉണ്ടാവും. മുഹമ്മദ് ഖാൻ ഒരു ഷെഡ് കെട്ടിയിട്ട് ഇവിടെ തന്നെ നിന്നോളി. അതാ നന്നാവും. എന്താ അറിയോ, വേറെ മീന് വല്ല ആൾക്കാരും ഒന്ന് പിടിച്ചുകൊണ്ട് പോകില്ല. ഈ കരക്കുള്ളതൊക്കെ വള്ളം വലിയുമ്പോൾ എടുത്തുകൊണ്ട് പോകല്ല അംസാക്കാ. ഇവിടെ കൂടിയാൽ മതി. മുഹമ്മദ് ഖാന്റെ വീട് കുറച്ച് അപ്പുറത്താണ്. ഇപ്പൊ നമ്മളിത് എങ്ങനെയാണ് പിടിക്കണേ അംസാക്ക? ആ, ഇത് വീശുവലല്ലേ? ഇവിടെ ടൈറ്റ് ആക്കിക്കോളി. ഇതിപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിൽ കളിയാക്കും. ആ ചുമരിന്റെ അരുവിനൊക്കെ മീൻ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങനെ അടിക്കുക, വള്ളത്തിലടിക്കുക. അപ്പൊ നമ്മളിതെങ്ങനെ വലട്ട് പോവാണ് അംസാക്കിയും മുഹമ്മയ്ക്കും പാടെ. മുഹമ്മക്കാക്ക് കിട്ടിയൊക്കെ ലാഭം. ഇനിയിപ്പോ അല്ല മുഹമ്മക്ക കിട്ടണമൊക്കെ ലാഭം. അവിടെ കയറി കടിച്ചുകൂടി അംസാക്ക. ആ, കാക്കാൻ്റെ മുഹമ്മക്കാൻ്റെ മീനുകളൊക്കെ നല്ല വളർച്ച ഉണ്ട് കിട്ടിയിരിക്കണ കേട്ടോ അല്ലേ? ആ, നല്ല വളർച്ച കിട്ടിയിരിക്കണ്. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം ആയിട്ടുള്ളൂ. മുഹമ്മദ് എന്താണ് പെല്ലറ്റ് തന്നെ അല്ലേ മെയിനായിട്ട് തീറ്റ? കഴിഞ്ഞ പ്രാവശ്യം 8 മാസമായില്ലേ? വലിക്കണ്ട, ഒന്ന് കിടന്നോട്ടെ. വല അടിയിലൊന്ന് കിടന്നോട്ടെ. അപ്പോൾ ഈ ചേറ്റില് മണ്ണിൻ്റെ അടിയിൽ താന്ന് കിടക്കും മീൻ. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ഇങ്ങോട്ട് പിന്നെ കുറച്ച് നേരം വല അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൊന്തിക്കോളും, വലയിൽ കൊണ്ട് പോകും. എന്താ ചാക്ക? ആ റൗണ്ട് താത്തി കൊടുക്കുക, റൗണ്ട് താത്തി കൊടുക്കുക. ഇത് പിടിച്ചൂടി. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മള്
മീൻ പിടിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, അത് നമ്മൾ കൊടുത്ത കുഞ്ഞുങ്ങളാട്ടാ, നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയാണ്. ഓക്കെ അല്ലേ? ചെറുമീനാണ്. അതിലിപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ചെറിയതാണ് ഇതിലെ. അത് 600 ഗ്രാം ഉണ്ടാവും. 600 ഉണ്ടാവും അല്ലേ? ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കായി സൈസ്. കഴിഞ്ഞ പ്രാവശ്യം 1 കിലോ ഉണ്ടാവും. 1 കിലോന് കഷ്ടി 1 കിലോ ഉണ്ടാവും. ഇതൊക്കെ മീൻ പാക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. ആരും അടുപ്പിച്ചിട്ടേ പോട്ടെ, മീനാണ്ട് പോട്ടെ. ഇതിങ്ങനെ മീനെ പുറത്തേക്ക് പോവാൻ കാരണം ഇതാണ് സംഭവം. ഇത് മോമക്ക ഇവിടെ കെട്ടിയില്ല. പറമ്പും കുളവും ഒരേ ലെവലല്ല. അത് നേരെ മറിച്ച് ഇവിടെ ചാക്കിട്ടുങ്ങാണ്ട് ഈ ഭാഗത്ത് കുറച്ച് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല. അപ്പം ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചോളി. അപ്പൊ അംസാക്ക സൈഡായി തുടങ്ങിയിരിക്കണട്ടാ. അംസാക്ക വേറെ തുടങ്ങിയിരിക്കണ്. ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. അതിൽ മീൻ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? ഇതിൽ അത്യാവശ്യം മീൻ കിട്ടല്ലേ? കട്ടൻ ചായ കുടിച്ചോളി. അംസാക്ക തണുത്ത് വരച്ചിക്കണ്. മുഹമ്മക്കതാ ആടിന് കിടന്നിട്ട്. എനിക്ക് വേറെ കൊണ്ടുവരാം. എല്ലാവരും നിങ്ങൾ വിളിച്ചോളി. തണുക്കുണ്ടോ മുഹമ്മക്ക? ഇല്ലല്ലേ? പ്രാവശ്യം നമ്മൾ വന്നിട്ട് മൂപ്പര മീൻ എടുത്തത് 1 കിൻഡല് 28 കിലോനാണ് മീൻ എടുത്തത്. അത് എത്ര പീസായിരുന്നു? 200 പീസ് മീന് നമ്മള് 1 കിൻഡലും 28 കിലോനാണ് അന്നുണ്ടായത്. പിന്നെ മൂപ്പർക്ക് ഒരു 10-20 കിലോ മീന് നമ്മൾ അന്ന് ഇവിടെ വെച്ചെടുത്തവർക്ക് കൂട്ടാൻ മീനെന്നും പറഞ്ഞാണ്. അപ്പൊ 1 കിലോന് 28 കിലോന് അന്ന് നമ്മൾ എടുത്ത മീൻ ഇന്നിപ്പോ 250 അല്ലെങ്കിൽ 265 മീൻ ഇട്ടിട്ട് നമുക്ക് ഇന്ന് പാകെ കിട്ടിയ എത്ര കണ്ട? 55 കിലോ മീനാണ് വലിയ മീൻ നമുക്ക് കിട്ടിയത്. അതിനിപ്പോ നമ്മളിവിടെ കൊടുക്കണത് എത്ര? 15,000 റുപ്യ വലിയ മീനിന്റെ പൈസ. പിന്നെ ചെറുമീൻ ആകെ കിട്ടിയത് നമുക്ക് 8 കിലോനാ. അപ്പൊ ബാക്കിയുള്ള മീനൊക്കെ മയക്ക് പോയി. പോയിന്ന് പറഞ്ഞാല് ഈ കോമ്പൗണ്ടിൽ ഉണ്ടാവൂലേ? കമ്പൗണ്ടിൽ ഉണ്ടാവും. ഇതിലുണ്ട്, ഇതിലൊക്കെ മീനുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടും. ഇനി വെള്ളം ഒന്ന് വലിഞ്ഞതിന്റെ ദിവസം എന്താ അവസ്ഥ എന്നറിയില്ല അല്ലേ മോമക്ക? മീൻ പോയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കിട്ടുക. ഇത് 15,000 പാടത്ത് പണി വരമ്പത്ത് കൂലിയല്ലേ അംസാക്ക? പാടത്ത് പണി വരമ്പത്ത് കൂലിയില്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ റെഡി ക്യാഷ് പൈസ അപ്പം മണി എണ്ണി കൊടുക്കും. അതെ, അതാണ് അംസാക്ക. 1.5 കിൻഡല് മീനിന് കായ് കൊടുന്നതാണ്. കായാണ് ഇതൊക്കെ കായ്. ഓക്കെ, 1.5 കിൻഡല് മീനിനുള്ള കായ് ഞാൻ കൊടുന്നതാണ്. എന്താ ചെയ്യണേ? ആകെ ഒരു 10-65 കിലോ മീനാണ്. ഓക്കെ, ഇത് മമ്മക്ക സന്തോഷല്ലേ? തീർച്ചയായിട്ടും.